ഇന്ത്യക്ക് റഷ്യ നൽകാൻ പോകുന്നത് ഒരു വമ്പൻ ആയുധമാണ്. 5ാം തലമുറ വിമാനമാണ് റഷ്യ ഇന്ത്യക്ക് നൽകാൻ പോകുന്നത്. Su-57E എന്നാണ് ഈ വിമാനത്തിൻ്റെ പേര്. നമുക്കറിയാം റഷ്യ 5ാം തലമുറ വിമാനം നൽകാൻ പോകുന്നു എന്നുള്ള വാർത്ത കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്, Su-57E. എന്നാൽ ഈ വിമാനം ഇന്ത്യക്ക് ലഭിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ഞെട്ടാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സംശയിക്കേണ്ട, അത് പ്രധാനമായിട്ടും ചൈനയാണ്. ചൈനയ്ക്കും S-400 റഷ്യ നൽകിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നൽകിയ S-400 ഡമ്മി S-400 ആണോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ ചൈനയുടെ മനസ്സിലടക്കം ഉദിച്ചിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും അഞ്ചാം തലമുറ അത്യാധുനിക Su-57 യുദ്ധവിമാനത്തിൻ്റെ കയറ്റുമതി വകഭേദം വാങ്ങാൻ റഷ്യ ഇന്ത്യക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്. ആ ജെറ്റ് വളരെ അപകടകാരിയായിട്ടുള്ളൊരു ജെറ്റാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കരാറിലെത്തിയാൽ പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും വലിയ പിരിമുറുക്കത്തിലാകും ഇതിൽ എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് 5ാം തലമുറ യുദ്ധവിമാനങ്ങളില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ ഇപ്പോഴും അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയം റഷ്യയും അമേരിക്കയും വളരെ നൂതനമായിട്ടുള്ള ജെറ്റുകൾ വികസിപ്പിച്ചെടുത്ത് ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നേരത്തെ അമേരിക്കയും ഇന്ത്യക്ക് F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇന്ത്യ അതിന് യാതൊരു വിലയും കൊടുത്തില്ല. ഇന്ത്യയുടെ സൂപ്പർ 30 ജെറ്റിനായി ആസൂത്രണം ചെയ്തിരിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ Su-57E ഉൾപ്പെടുത്തും. അതിൽ ജനറൽ അധിഷ്ഠിത AESA റഡാറും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു മിഷൻ കമ്പ്യൂട്ടറും ഉൾപ്പെടുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മണിക്കൂറിൽ 2778 കിലോമീറ്റർ വേഗതയിലാണ് ഈ ജെറ്റ് വിമാനം പറക്കുന്നത്. പോരാത്തതിന് 12 ഹാർഡ് പോയിന്റുകളുമുണ്ട്. ഇതിന് വിവിധ തരം ഹ്രസ്വ, ഇടത്തരം, ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും ഗൈഡഡ് ഏരിയ ബോംബറുകളും വഹിക്കാൻ കഴിയും. Su-57 ഘടിപ്പിച്ചിരിക്കുന്ന R-37M മിസൈൽ റഷ്യയുടെ ഏറ്റവും നൂതന സാങ്കേതിക ആയുധമാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഈ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്. Su-57യുടെ സ്റ്റെൽത്ത് സിസ്റ്റം വേഗത കുറയ്ക്കാതെയോ അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാതെയോ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യൻ യുദ്ധവിമാനം ഒരു ബഹുമുഖ യുദ്ധവിമാനം തന്നെയാണ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതിൽ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. ഇവയുടെ പോരാട്ട പരിധി 1250 കിലോമീറ്ററാണ്. ഇതിന് പരമാവധി 66,000 കിലോമീറ്റർ അടി ഉയരത്തിലെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പോരാത്തതിന് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുമെന്നുള്ളത് വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.